എല്ലാവർക്കും ലിസാൻ ഖുർആനിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പാഠം എട്ടാം ക്ലാസ്സിലെ പാഠം രണ്ടാം പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പഠന സഹായി വഴിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. റിഹ്ലത്തു ഇലാ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു യാത്ര. നമുക്ക് പാഠം വായിക്കാം. സുഹൈലു താലിബുൻ മുജ്തഹിദുൻ, സുഹൈൽ ഒരു അധ്വാനശീലനായ വിദ്യാർത്ഥിയാണ്. ഊലിദ വനശാഅ ഫീ കൈറല, ജനിച്ചതും വളർന്നതും കേരളത്തിലാണ്. തശവ്വഫ ഇലാ സിയാറത്തിൽ മസ്ജിദിൽ അഖ്സ, അവൻ മസ്ജിദുൽ അഖ്സ സന്ദർശിക്കാൻ ആഗ്രഹം തോന്നി. ഫകല്ലമ അബഹു അൻ റഗ്ബതഹു, അവൻ തന്റെ ആഗ്രഹം ഉപ്പയോട് പറഞ്ഞു. فوافق على الرحلة إلى مسجد الأقصى في أيام عطلته, അവധിക്കാലത്ത് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ ഉപ്പ സമ്മതിച്ചു. ثم سافر سهيل في أيام عطلة مع أسرته, അങ്ങനെ സുഹൈൽ അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം യാത്ര പുറപ്പെട്ടു. വസല അലാ മദീനത്തി ഖുദുസി, അങ്ങനെ അവർ ഖുദുസ് നഗരത്തിൽ എത്തിച്ചേർന്നു. ഫല്ലമ അഖ്ബല അലാ മസ്ജിദിൽ അഖ്സ ഇംതലാ ഖൽബുഹു ഫറഹൻ വസുറൂറൻ, മസ്ജിദുൽ അഖ്സ കണ്ടപ്പോൾ സുഹൈലിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ثم دخل المسجد الأقصى, പിന്നീട് പള്ളിയിൽ പ്രവേശിച്ചു. വസല്ലൈനാ ഫീ റകഅത്തൈനി, 2 റകഅത്ത് നിസ്കരിച്ചു. തജവ്വല ബഅദ സാലിക ഹൗലിൽ മസ്ജിദിൽ അഖ്സ, തുടർന്ന് മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നടന്നു. വശഹാദതി ഖുബ്ബത സഖറത്തിൽ വഅസാറ വദ്ദാരിഹിയത്തൽ ഉഖ്റാ, ഖുബ്ബത്തു സഖറയും മറ്റു ചരിത്ര സ്മാരകങ്ങളും അവൻ കണ്ടു. വഫിത്തിൽകിൽ ലൈലത്തി ഇജ്തമഅ അസ്റതി, ആ രാത്രിയിൽ കുടുംബങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി. വതഹാവറു അൻ താരീഖിൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ അഖ്സയുടെ ചരിത്രത്തെ കുറിച്ച് അവർ ചർച്ച ചെയ്തു. അൽ ബാസു ഖായിദി നൗഹിയ, ഇത് നിങ്ങൾക്ക് പേജ് നമ്പർ 12 പേജിലെ ഏറ്റവും ലാസ്റ്റിലുള്ള ഒരു പാരഗ്രാഫാണ് ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. കുല്ലു ഫീലി ഫീ ഹാദാ ജദ്വലി യഷ്തമിലു അലാ അക്സറ മിൻ സലാസതി അഹ്റൂഫിൻ, ഈ പട്ടികയിലെ ഒരു ഫിഇലിലും മൂന്നിലധികം അക്ഷരങ്ങളുണ്ട്. വലാകിനിൽ അഹ്റൂഫു അസ്ലിയത്തു മിൻഹാ സലാസത്തുൻ, എങ്കിലും അതിലെ അസ്ലിയായ ഹർഫുകൾ മൂന്നാണ്. വഖദ് സീദ അലൈഹി ഹർഫുൻ ഔ ഹർഫാനി ഔ സലാസത്തു അഹ്റൂഫിൻ, 1, 2, 3 അക്ഷരങ്ങൾ അതിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. വഹാദാ നൗആൻ മിനൽ ഫീലി ഹുവൽ ഫീലു സലാസിയു മസീദു ഫീഹി, ഈ ഫീലുകൾ അസ്സുലാസി മസീദു ഫീ എന്ന വിഭാഗത്തിൽ പെടുന്നു.
വലഹു ഔസനു കസീറത്തുൻ കമാ ഫഹംനാ മിനൽ ജദ്വൽ. 1, 2, 3 അക്ഷരങ്ങൾ അതിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. 1, 2, 3 അക്ഷരങ്ങൾ അതിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. വഹാസാ നൗഉ മിനൽ ഫീലി വൽ ഫീലി സലാസി മസീദു ഫീഹി. ഈ ഫീലുകൾ അസുലാസി മസീദു ഫീ എന്ന വിഭാഗത്തിൽ പെടുന്നു. വലഹു ഔസനുൻ കസീറത്തുൻ കമാ ഫഹംനാ മിനൽ ജദ്വലി. പട്ടികയിൽ നിന്ന് നാം മനസ്സിലാക്കിയതുപോലെ ഈ ഇന്നത്തിന് ഒട്ടനേകം വസ്നുകളുണ്ട്. ഈ ഇന്നത്തിന് ഒട്ടനേകം വസ്നുകളുണ്ട്. السلاعي مزيد فيه والفيل الذي زيد في الحرف أو أكثر على أحرفه أصلية الثلاث. 3 അക്ഷരങ്ങൾ ഒന്നോ അതിൽ അധികമോ അക്ഷരം അധികരിച്ചു വരുന്ന ഫീലുകളാണ് അസുലാസിയും മസീദു ഫീ. 3 അക്ഷരങ്ങളും ഒന്നോ അതിൽ അധികമോ അക്ഷരം അധികരിച്ചു വരുന്ന ഫീലുകളാണ് അസുലാസിയും മസീദു ഫീ. അസുലാസി മസീദു ഫീഹി ഔസനുൻ കസീറുൻ. അസുലാസി മസീദു ഫീഹിക്ക് ധാരാളം വസനുകൾ. അസുലാസി മസീദു ഫീഹിക്ക് എത്രയുണ്ട്? ധാരാളം വസനുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇവകൾ: അഫ്അലു, ഫഅല, ഫഅല, തഫഅലു, തഫാല, ഇഫ്തല, ഇൻഫഅല, ഇഫ്അല, ഇസ്തഫഅല. ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഫഅല, 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 അഫ്അല, ഫഅല, ഫഅല, തഫഅല, തഫാല, ഇഫ്തല, ഇൻഫഅല, അഫ്അല, ഇസ്തഫഅല. ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അൽ ഫീലു അൽ വസ്ന് മാളി മുളാരി അക്കിൽ. ഇത് സംഭവം നമ്മൾ പൂരിപ്പിക്കാനാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പൂരിപ്പിക്കലാണ്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. അക്റമ യുക്രിമു, അഫ്അല യുഫ്ഇലു. അതേപോലെ പൂരിപ്പിക്കണം. ഓക്കെ. ഹദ്ദസ ഡാഷ് ഫഅല യുഫഇലു. അപ്പൊ യുഫഇലു വരുമ്പോ യുഹദ്ദിസു എന്ന് വരും അല്ലേ? യുഫഇലു വരുമ്പോ യുഹദ്ദിസു എന്ന് വരും. അപ്പൊ അവിടെ എന്താണ്? യുഹദ്ദിസു എന്നാണ് ശരി. ഓക്കെ, നെക്സ്റ്റ്. ഡാഷ് യുഷാരിബു ഫഅല യുഫായിലു. അപ്പൊ അവിടെ എന്താ വരിക? ഷറക, ഷറബ, ഷറക എന്ന് വരും അല്ലേ? ഷറക എന്ന് വരും. ഷറക എന്ന് വരും. അടുത്ത് തഖദ്ദമ യതഖദ്ദമു ഡാഷ് യതഫഅലു. അപ്പൊ തഖദ്ദമ തഫാല. ഓക്കെ, നോക്കാം. തഫഅല എന്നാണ് വന്നത്. അപ്പൊ അതും ശരി തന്നെ, തഫഅല. എന്റെ വാക്യാണ് തസാബക യതസാബകു തഫാഅല ഡാഷ്. അപ്പം തസാബക വരുമ്പോ എന്താ പറയാ? യതഫാലു. ശരിയാണ്, നമുക്ക് നോക്കാം. യെസ്, യതഫാലു എന്നാണ് ശരി. അടുത്തത് ഇംതല യംതലിയു ഡാഷ് യഫ്തഇലു. അപ്പൊ യംതലിയു എന്ന് വരുമ്പോ അവിടെ എന്ത് വരും? ഇഫ്താല എന്ന് വരും അല്ലേ? ഇഫ്തഅല എന്ന് വരും. ഓക്കെ, അപ്പം ശരി ഉത്തരം നമുക്ക് നോക്കാം. ഇഫ്താല എന്ന ഉത്തരം ശരിയാണ്. ഇഫ്താല. അടുത്തത് ഡാഷ് യംഫതിഹു ഇൻഫഅല യൻഫഇലു. ഡാഷ് യംഫതിഹു ഇൻഫഅല യൻഫഇലു. അപ്പൊ അവിടെ എന്താണ് വരിക? ഇൻഫഅല വരുമ്പോ അവിടെ എന്താ വരിക? ഇൻഫതഹ എന്ന് വരും. ഒക്കെ നോക്കാം ശരിയാണോ? ഇൻഫതഹ ശരി ഉത്തരമാണ്. ഇൻഫതഹ ശരി ഉത്തരമാണ്. അടുത്തത് ഇഹ്മറ ഡാഷ് ഇഫ്അല യഫ്അലു. അപ്പം ഇഹ്മറ ഡാഷ് ഇഫ്അല യഫ്അലു. അപ്പൊ എന്താ വരിക? യഹ്മറു. അപ്പൊ ഇഫ്അല യഹ്മറു എന്ന് വരും. ഒക്കെ ശരിയാണോ? യെസ്, യഹ്മറു എന്ന ഉത്തരം ശരിയാണ്. അടുത്തത് ഇസ്തഖ്റജ. ഉത്തരം പറഞ്ഞു തീർന്നില്ലേ? കുഴപ്പമില്ല, അത് കേട്ടില്ലല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. യസ്തഖ്രിജു ഇസ്തഫ്അല യസ്തഫ്ഇലു.
ഇതില് ഡാഷ് യസ്തഖ്റജു യസ്തഖ്രിജു യസ്തഫ്അല യസ്തഫ്ഇൽ. അപ്പൊ എന്താ ഇസ്തഫ്അല എന്ന് പറയുമ്പോ ഇസ്തഖ്റജ. ശരിയാണ് നോക്കാം. ഇസ്തഖ്റജ എന്ന ഉത്തരം ശരിയാണ്. അടുത്തത് അസുലാസി മുജറദ് കണ്ടുപിടിക്കാനാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കോ. ഫസ്റ്റത്തത് എന്താണ് വരിക? ഫരിഹ. സുലാസി മുജറദിൽ ഫസ്റ്റത്തത് ഫരിഹ. ഓക്കെ, ഫരിഹ വന്നു. പിന്നെ ഏതാണ് ഇതിൽ സുലാസി മുജറദ് ഉള്ളത്? ജഹദ, അല്ലമ, ദഖല. ദഖല സുലാസി മുജറദ് ആണ്. ദഖല സുലാസി മുജറദ്. ദഖല എന്നാണ്. പിന്നെ അടുത്തത് ദഖല. പിന്നെ ദഖല. പിന്നെ ഇൻസറഫ് പറ്റൂല അല്ലേ? പിന്നെ നസറ. നസറ പറ്റും. നസറ സുലാസി മുജറദാണ്. പിന്നെ കറുബൻ, തൊട്ടടുത്തുള്ള കറുബയും സുലാസി മുജറദാണ്. പിന്നെ ഇതിലൊന്നും നമ്മൾ എഴുതാത്തതൊക്കെ സുലാസിയും മസീദുഫിയാണ്. ഏതൊക്കെയാണ് എഴുതാത്തത്? ജഹദ, അല്ലമ. ജഹദയും അല്ലമയും സുലാസി മുജറദാണ്. പിന്നെ അഹസനയും ഇൻസറഫയും ഹസനയും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി നോക്കാം. അടുത്തത് പൂരിപ്പിക്കാം. നോക്കാം. ഡാഷ് അള്ളാഹു ഖുർആൻ. അള്ളാഹു ഖുർആൻ ഇറക്കി. അപ്പൊ അവിടെ എന്താ വരിക? ഡാഷ് ഖുർആൻ. അള്ളാഹു ഖുർആൻ ഇറക്കി. അപ്പൊ അവിടെ എന്താ വരിക? ഡാഷ് ഖുർആൻ. അള്ളാഹു ഖുർആൻ ഇറക്കി. അവിടെ എന്താ വരിക? അൻസലല്ലാഹു ഖുർആനുൻ. അൻസലല്ലാഹു ഖുർആൻ. അള്ളാഹു ഖുർആൻ ഇറക്കി. അൻസലല്ലാഹു ഖുർആൻ. അള്ളാഹു ഖുർആൻ ഇറക്കി. അപ്പൊ നെക്സ്റ്റ് ഡാഷ് മുഅല്ലിമു തിൽമിസ. ഡാഷ് മുഅല്ലിമു തിൽമിസ. അപ്പം മുഅല്ലിം വിദ്യാർത്ഥിയെ പഠിപ്പിച്ചു. മുഅല്ലിം വിദ്യാർത്ഥിയെ പഠിപ്പിച്ചു. അപ്പൊ അവിടെ എന്താണ് വരിക? അല്ലമൽ മുഅല്ലിമു തിൽമീസ. അല്ലമൽ മുഅല്ലിമു തിൽമീസ. അല്ലമൽ മുഅല്ലിമു തിൽമീസ. മുഅല്ലിമായ വിദ്യാർത്ഥിയെ പഠിപ്പിച്ചു. അടുത്ത മൂന്നാമത്തത് ഡാഷ് അൽ അബു ഇലാ മക്കത്തി. പിതാവ് മക്കയിലേക്ക് യാത്ര പോയി. യാത്ര പോയി എന്താ പറയാ നമ്മള്? ഡാഷ് പിതാവ് മക്കയിലേക്ക് യാത്ര പോയി. അൽ അബു ഇലാ മക്ക. പിതാവ് മക്കയിലേക്ക് യാത്ര പോയി. യാത്ര പോയിക്ക് എന്താ പറയും? സഫറ. യാത്ര പോയി. സഫറ അൽ അബു ഇലാ മക്ക. പിതാവ് മക്കയിലേക്ക് യാത്ര പോയി. ഇനി നാലാമത്തത് ഡാഷ് അത്തലാമിസു ലുഗാത്തൽ അറബിയ്യ. ഡാഷ് അത്തലാമിസു ലുഗാത്തൽ അറബിയ്യ. വിദ്യാർത്ഥികൾ അറബി ഭാഷ പഠിച്ചു. എന്താണ് വരിക? തഅല്ലമ വരും. തഅല്ലമ തലാമിസു ലുഗാത്ത. വിദ്യാർത്ഥികൾ അറബി ഭാഷ പഠിച്ചു. അപ്പൊ ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം, ശ്രദ്ധിച്ചോ. അൻസലല്ലാഹു ഖുർആൻ. അല്ലാഹു ഖുർആൻ ഇറക്കി. അല്ലമൽ മുഅല്ലിമു തൽമീസ. മുഅല്ലിം വിദ്യാർത്ഥിയെ പഠിപ്പിച്ചു. സഫറൽ അബു ഇലാ മക്ക. പിതാവ് മക്കയിലേക്ക് യാത്ര പോയി. തഅല്ലമ തലാമിസു ലുഗത്ത അറബി. വിദ്യാർത്ഥികൾ അറബി ഭാഷ പഠിച്ചു. ഇത്ര സെറ്റല്ലേ? അടുത്തത് ആയത്തോകിൽ അതിനകത്ത് സുലാസി മസീദ് അതിന്റെ വസീനും കണ്ടുപിടിക്കലാണ്. ഇത് നോക്കാം. ഫസ്റ്റ് ട്രയൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. സബ്ബഹ കിട്ടി. ഫഅല അതിന്റെ വസീന്. അടുത്ത നോക്കാം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ ഖിതാബ്. അവിടെ എന്താ വരിക? നമുക്ക് അൻസല എടുക്കാം അല്ലെ? അവിടുന്ന് നമുക്ക് അൻസല എടുക്കാം. അപ്പം നമുക്ക് അവിടെ അൻസല എഴുതി കൊടുക്കാം. അവിടെ നമ്മൾ അൻസല എഴുതി. അടുത്തത് അതിന്റെ വസീൻ എന്താ വരിക? അഫ്അല അതിന്റെ വസീനാണ്. അപ്പൊ അത് നമ്മൾ അവിടെ എഴുതി. അടുത്തത് നോക്കാം. തബാറകല്ലദീ ജഅല ഫിസ് സമാഇ ബുറൂഹ. അവിടെ നമുക്ക് എന്തെടുക്കാം? തബാറക. ഒരു തബാറക എടുക്കാം അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് തബാറക സെലക്ട് ചെയ്യാം. തബാറക നമ്മൾ അങ്ങോട്ടേക്ക് എഴുതി കൊടുക്കാം. തബാറക എഴുതി കൊടുത്തു. അപ്പൊ അതിന്റെ വസീൻ എന്താണ്? തബാറക്കന്റെ വസീൻ എന്താണ്? തഫാല വസീൻ. തബാറക തഫാല. അടുത്തത് ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. അവിടെ നമുക്ക് തയസ്സറു സെലക്ട് ചെയ്യാം. നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. തയസ്സറു നമ്മൾ അവിടെ എഴുതി കൊടുത്തു. അതിന്റെ വസീൻ എന്താണ്? യതഫഅല. തഫഅല അതിന്റെ വസീൻ എഴുതി.
അതിന്റെ ലാസ്റ്റത്തെ വൈദൻ നുജൂമും ഖദറത്. അത് നമുക്ക് അവിടെ ഖദറത്ത് എടുക്കാം. ഖദറ എന്ന് ഖദറത്ത് നമുക്ക് എടുക്കാം. ഖദറത്ത് നമ്മൾ അവിടെ സെലക്ട് ചെയ്തു. ഖദറത്ത് നമുക്ക് അവിടത്തേക്ക് എഴുതി കൊടുക്കാം. ഖദറത്ത് എഴുതി കൊടുത്തു. അതിന്റെ വചനം എന്താണ്? ഇൻഫാല നമുക്ക് അവിടത്തേക്ക് എഴുതി കൊടുക്കാം. സെറ്റ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാഠം. നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നല്ല വീഡിയോ ആണെങ്കിൽ കമൻറ്റും ചെയ്യുക. പിന്നെ അടുത്തൊരു ക്ലാസ്സിലേക്ക് പോകാം. പിന്നെ ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അസ്സലാമലൈക്കും. പിന്നെ ഒരു കാര്യം പറയാണ്ട്, 2024 ഇനിയും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എഴുതി വരാനുണ്ട്. നാളെ മറ്റന്നാളെ അതൊക്കെ ആയിട്ടും ഞങ്ങൾക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാം.